ഭാഗം 2 പുസ്തകം 4 അധ്യായം 9 ഈശോയും മറിയവും തമ്മിലുള്ള മാധുര്യപൂർണമായ ബന്ധം. ഈജിപ്തിൽ നിന്നുള്ള മടക്കയാത്ര. പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പും ഈജിപ്തിലായിരുന്നപ്പോൾ കർത്താവിന്റെ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടുമായിരുന്നു. ദൈവത്തിന്റെ കരകവിഞ്ഞൊഴുകുന്ന സ്നേഹം മനുഷ്യ അവതാരമെടുത്ത് മനുഷ്യനു വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നത് എങ്ങനെയെന്ന രഹസ്യത്തെപ്പറ്റി അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ യോസേപ്പ് അവിടുത്തെ അത്ഭുതകൃത്യങ്ങളെ വാഴ്ത്തി സ്തുതിച്ചു. അപ്പോൾ ഈശോയ്ക്ക് 1 വയസ്സായിരുന്നു. ഈ അവസരത്തിൽ തന്നെ ഏറ്റവും വിശ്വസ്തയോടെ പരിപാലിച്ച വളർത്തുപിതാവിന്റെ പക്കൽ തന്റെ മൗനം ഭജിക്കാൻ ഈശോ തീരുമാനിച്ചു. തന്റെ പ്രിയ മാതാവിന്റെ മടിയിലിരുന്ന് വിശുദ്ധ യോസേപ്പിന് വ്യക്തമായി മനസ്സിലാവും വിധം ഈശോ സ്ഫുടതയോടെ ഇപ്രകാരം പറഞ്ഞു: എന്റെ പിതാവേ, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത് ലോകത്തെ പാപ അന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ച് വെളിച്ചമേകാനാണ്. നല്ല ഇടയനായ ഞാൻ എന്റെ അജഗണത്തെ അറിയുന്നു. അവർക്ക് നിത്യജീവനേകി പാപം മൂലം അടഞ്ഞുപോയ സ്വർഗവാതിൽ അവർക്കായി ഞാൻ തുറന്നു കൊടുക്കും. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് സമീപസ്ഥമായിരിക്കുന്ന നിത്യപ്രകാശത്തിന്റെ മക്കളായി വ്യാപരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശിശുവായ യേശുവിന്റെ ജീവൻ തുടിക്കുന്ന വചനങ്ങൾ ശ്രവിച്ച വിശുദ്ധ യോസേപ്പിന്റെ ഹൃദയം സ്നേഹവും ഭക്തിയും ആനന്ദവും കൊണ്ട് നിറഞ്ഞു. ഉണ്ണിയായ ദൈവപുത്രന്റെ മുൻപിൽ അദ്ദേഹം മുട്ടുകുത്തി തന്നെ പിതാവേ എന്ന് സംബോധന ചെയ്ത ആദ്യ വചസ്സുകളെ കൃതജ്ഞതയോടെ വാഴ്ത്തി സ്തുതിച്ചു. നിറമിഴികളോടെ എപ്പോഴും അവിടുത്തെ തിരുഹിതം നിറവേറ്റാനുള്ള അനുഗ്രഹത്തിനായും ജ്ഞാനം നിറയുന്നതിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. അവിടുത്തെ കരങ്ങൾ വഴി വർഷിച്ച വരദാനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. മക്കളിൽ പ്രകാശിതമാകുന്ന ജ്ഞാനത്തിന്റെയും സുകൃതങ്ങളുടെയും അടയാളങ്ങൾ കാണുന്നത് അവരെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് എത്രയോ ആനന്ദകരമാണ്. അപ്രകാരമല്ലെങ്കിൽ കൂടി കുഞ്ഞുങ്ങൾ കാട്ടുന്ന വികൃതികളും കുറുമ്പും പറയുന്ന മൊഴികളും അവർക്ക് എത്ര സന്തോഷവും ആനന്ദവുമാണ് പ്രദാനം ചെയ്യുന്നത്. വളർത്തു പിതാവായിട്ടും വിശുദ്ധ യോസേപ്പ് ഉണ്ണീശോയ്ക്ക് നൽകിയ സ്നേഹവാത്സല്യങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ പിതൃസ്നേഹവും ഒന്നിച്ചു വെച്ചാലും അതിനും മീതെയായിരുന്നു. പ്രവാസത്തിന്റെ ആദ്യ വർഷം മുഴുവനും പരിശുദ്ധ അമ്മ ശിശുവിനെ സാധാരണ കുഞ്ഞുങ്ങൾ ധരിക്കാറുള്ള വസ്ത്രങ്ങളാണ് ധരിപ്പിച്ചിരുന്നത്. എന്തെന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ദിവ്യശിശു കാണപ്പെടാൻ അമ്മ ആഗ്രഹിച്ചില്ല. അവന്റെ മർത്യസ്നേഹം മാതാവിന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള നന്ദിയായി മാറുകയും വീരോചിതമായ പുണ്യപ്രവർത്തികൾക്ക് ഹേതുവായി തീരുകയും ചെയ്തു. ഉണ്ണി മിശിഹ പാദരക്ഷകൾ ധരിക്കാൻ താൽപ്പര്യപ്പെട്ടില്ല. 1 വസ്ത്രം മാത്രമേ അവൻ ധരിക്കുമായിരുന്നുള്ളൂ. ഇതു കണ്ട അമ്മ മകനോടിപ്രകാരം പറഞ്ഞു: എന്റെ മകനും എന്റെ കർത്താവുമായവനെ, ഈ ഇളം പ്രായത്തിൽ നീ നഗ്നപാതനായി മണ്ണിൽ ചവിട്ടി നടക്കുന്നത് നിന്റെ അമ്മയായ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇതനുവദിക്കാൻ എനിക്ക് പ്രയാസമായതിനാൽ ഞാൻ നിന്നെ പാദരക്ഷകൾ ധരിപ്പിക്കട്ടെ. അതുപോലെ പരുക്കൻ വസ്ത്രം നിന്റെ മൃദുമേനയിൽ നൊമ്പരമുണ്ടാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉണ്ണിയേശു ഇപ്രകാരം മറുപടി പറഞ്ഞു: എന്റെ പ്രിയ മാതാവേ, എന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതുവരെ നേരിയ ഒരു പാദരക്ഷ മാത്രമേ ഞാൻ ധരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തെന്നാൽ എന്റെ പരസ്യ ജീവിതകാലത്ത് നഗ്നപാതനായിട്ടാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. മൃദുല വസ്ത്രങ്ങൾ മനുഷ്യരിലെ ശാരീരിക ആസക്തികളെ ജ്വലിപ്പിക്കുന്നതിനും ദുശീലങ്ങൾ പോഷിപ്പിക്കുന്നതിനും ഇടയാക്കും. ഈ പ്രവണതകൾ മാറ്റി എന്നെ സ്നേഹിക്കാനും അനുകരിക്കാനുമാണ് എനിക്ക് മനുഷ്യരെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ തന്റെ മകന്റെ ആഗ്രഹം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുകയും ചെയ്തു. അവൾ കുറച്ചുകൂടി കമ്പിളി വാങ്ങി. അവൾ അതുകൊണ്ട് നൂലുണ്ടാക്കി സ്വന്തം കൈകൾ കൊണ്ട് നെയ്ത് തുന്നിച്ചേർക്കലില്ലാത്തതും കൃത്രിമമായ നിറം ചേർക്കാത്തതുമായ 1 വസ്ത്രം അവനുവേണ്ടി നിർമ്മിച്ചു. അതിന്റെ ഉപരിതലം സാധാരണ ഉപയോഗിക്കുന്നത് പോലെ മൃദുത്വം ഉള്ളതായിരുന്നില്ല. എന്തെന്നാൽ ചരടുകൾ പിന്നിച്ചേർത്താണ് അതുണ്ടാക്കിയിരുന്നത്. ഒരു ചെറിയ നെയ്ത്തുയന്ത്രത്തിൽ വല നെയ്യുന്നതുപോലെ തയ്യൽ സൂചി ഉപയോഗിച്ചും എന്നാൽ വിചിത്രമായ രീതിയിലുമാണ് കൂട്ടിച്ചേർക്കലുകളില്ലാതെ അത് പണി തീർത്തത്. യോഹന്നാൻ 19:23. ഈ വസ്ത്രം അസാധാരണമായിരുന്നു. അതിന് മടക്കുകൾ ഇല്ലായിരുന്നു. നിറം സ്വാഭാവികമായിരുന്നു. വെള്ളി, ചാരനിറം, തവിട്ട് എന്നിവയുടെ സമഞ്ജസ സമ്മേളനമായിരുന്നു അതിന്റെ നിറം. അമ്മ തന്റെ മകനുവേണ്ടി 1 ജോഡി മെതിയടികളും നെയ്തുണ്ടാക്കി. ബലമുള്ള നൂലുകൾ ചേർത്ത് ഭംഗിയായി ഉണ്ടാക്കിയ ഈ മെതിയടികൾ ദിവ്യശിശുവിന്റെ പാദങ്ങൾക്ക് നന്നായി ഇണങ്ങി. ഉണ്ണിയേശു നടക്കാൻ തുടങ്ങിയ കാലം മുതൽ ദിവസത്തിന്റെ പല മണിക്കൂറുകളിൽ തന്റെ അമ്മയുടെ പ്രാർത്ഥനാമുറിയിൽ ഏകനായി ചെലവഴിച്ചു പോന്നു. തന്റെ മകന്റെ ഇംഗിതങ്ങൾ കൃത്യമായി അറിയാൻ അവൾ ഏറെ ആഗ്രഹിച്ചിരുന്നു.
അവളുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ പുത്രൻ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു: ഈ മുറിയിൽ അങ്ങ് എന്നോടൊപ്പം എപ്പോഴും പ്രവേശിക്കുക, അങ്ങനെ എന്റെ ചെയ്തികൾ അനുകരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ മനുഷ്യരിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന പുണ്യപൂർണതയുടെ മാതൃകയാകാൻ അമ്മയെയാണ് ഞാൻ കാംക്ഷിക്കുന്നത്. മനുഷ്യവർഗം അനാദിയിലെ എന്റെ ഇഷ്ടം തിരസ്കരിച്ചില്ലായിരുന്നെങ്കിൽ അവർ അനേകം ഉന്നത വരങ്ങളാൽ ധന്യരാക്കപ്പെടുമായിരുന്നു. എന്നാൽ അവരത് തിരസ്കരിച്ചത് മൂലം എന്റെ വലത്തുകരം വർഷിക്കുന്ന വരദാനങ്ങൾ സ്വീകരിക്കാൻ ഞാൻ നിന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്റെ മാർഗങ്ങളെ നീ എപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കണം. അപ്രകാരം സ്വർഗീയ രാജ്ഞി തന്റെ പുത്രന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അവർക്കിടയിൽ സദാ സ്വർഗീയ മഹാരഹസ്യങ്ങളുടെ വിനിമയം നടന്നുകൊണ്ടിരുന്നു. ഈ രഹസ്യങ്ങളൊക്കെയും നിത്യതയുടെ സമയം വരെയും വെളിപ്പെടുകയില്ല. ബാലനായ യേശു പലപ്പോഴും ഭൂമിയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുമായിരുന്നു. മറ്റു സമയങ്ങളിൽ അവൻ കുരിശാകൃതിയിൽ ഭൂമിയിൽ നിന്നുയർത്തപ്പെട്ട അവസ്ഥയിൽ നിന്നു. ആ സമയങ്ങളിൽ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവൻ പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയും അവനോടൊപ്പം ചേർന്നിരുന്നു. എന്തെന്നാൽ തന്റെ പുത്രന്റെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ കാര്യങ്ങളും നന്നായി അറിഞ്ഞിരുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ. ഈ അനുഭവമാണ് അവൾക്ക് എപ്പോഴും പ്രകാശത്തിന്റെ സ്രോതസ്സായിരുന്നത്. ദൈവത്തിന്റെ ദർശനങ്ങൾ ആസ്വദിക്കുന്നതിന് പകരം പുത്രന്റെ ആത്മാവിലെ ദൈവികത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പരിശുദ്ധിയുടെയും ഇന്ദ്രിയാതീത സംഗമത്തിന്റെയും ആവിഷ്കാരങ്ങൾ ദർശിക്കുകയാണ് അവൾ ചെയ്തത്. ഈ ആനുകൂല്യം പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം നൽകപ്പെട്ടതായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ണിയേശു തന്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ കണ്ണുനീർ പൊഴിക്കുകയും രക്തം വിയർക്കുകയും ചെയ്തിരുന്നു. ഗെത്സമൻ തോട്ടത്തിലെ സംഭവത്തിന് മുൻപ് തന്നെ ഇത് പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഇതിന്റെ കാരണം ഉള്ളുകൊണ്ടറിയുകയും തിരുമുഖം തുടയ്ക്കുകയും ചെയ്തിരുന്നു. രക്ഷകനായ ദൈവം നൽകിയ മഹാ അനുഗ്രഹങ്ങളെ തിരസ്കരിച്ച് ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് നീങ്ങുന്നത് കണ്ടിട്ടുള്ള തീവ്രമായ ദുഃഖമാണ് അവിടെ പ്രകടമായത്. മറ്റവസരങ്ങളിൽ തന്റെ തിരുക്കുമാരൻ ദിവ്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്നതും ചുറ്റും മാലാഖമാർ സ്വർഗീയ ഗീതങ്ങൾ ആലപിക്കുന്നതും കണ്ടു. സ്വർഗസ്ഥനായ പിതാവ് തന്റെ ഏകജാതനിൽ സംപ്രീതനായിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ അറിഞ്ഞു. മത്തായി 17:5. ദിവ്യ ശിശുവിന് 1 വയസ്സായി. നടന്നു തുടങ്ങിയ സമയത്താണ് ഈ അത്ഭുത സംഭവങ്ങളെല്ലാം ആരംഭിച്ചത്. ഇവയുടെ എല്ലാം ദൃക്സാക്ഷി അവന്റെ അമ്മ മാത്രം. ഇവയെല്ലാം നിധിയായി അവൾ തന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചു. മനുഷ്യവർഗത്തിനു വേണ്ടി അവൻ സമർപ്പിച്ച സ്നേഹം, കൃതജ്ഞത, ആരാധന, യാചന ഇവയൊക്കെ വിവരിക്കാൻ എന്റെ ഭാഷയും കഴിവും അപര്യാപ്തമാണ്. ഹീലിയോപോളിസിലുണ്ടായിരുന്ന പല കൊച്ചുകുട്ടികളും ഉണ്ണിയേശുവിന്റെ പക്കൽ വരുമായിരുന്നു. ഈ കുട്ടികൾ നിഷ്കളങ്കരും ജിജ്ഞാസയില്ലാത്തവരുമായിരുന്നതിനാൽ ഉണ്ണിയേശുവിന്റെ അതിമാനുഷികതയെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ തങ്ങൾക്കു ലഭിച്ച സ്വർഗീയ വെളിച്ചത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആ കുട്ടികളുടെ ഹൃദയങ്ങളിൽ സത്യദൈവത്തെപ്പറ്റിയും ധാർമ്മിക ജീവിതത്തെപ്പറ്റിയുമുള്ള അറിവുകൾ അവൻ നിക്ഷേപിച്ചു. നിത്യജീവനെപ്പറ്റി അവൻ അവരെ പഠിപ്പിച്ചു. അവന്റെ വചനങ്ങൾ ജീവനുള്ളവയും ശക്തവുമായിരുന്നു. വചനത്തിലൂടെ കുട്ടികളുടെ ഹൃദയത്തെ സ്വന്തമാക്കുകയും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇത് അവരുടെ ജീവിതത്തെ ധന്യമാക്കി. അവരെല്ലാം പിന്നീട് വിശുദ്ധരായിത്തീർന്നു. അവരിൽ ഉണ്ണിയേശു നിക്ഷേപിച്ച സ്വർഗരാജ്യത്തിന്റെ വിത്തുകൾ മുളച്ചു വളർന്ന് വലിയ ഫലങ്ങൾ പുറപ്പെടുവിച്ചു. സ്വർഗീയ പിതാവ് നിശ്ചയിച്ചതുപോലെ 7-ാം വർഷം പ്രവാസകാലം പൂർത്തിയായി. ഇനി പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായി അവൻ നസ്രത്തിലേക്ക് തിരിച്ചു പോകണം. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് സ്വർഗീയ പിതാവ് ഇക്കാര്യം പുത്രന് വെളിപ്പെടുത്തിക്കൊടുത്തു. അവളുടെ ആത്മാവിന്റെ ദർപ്പണത്തിൽ ഇക്കാര്യം പ്രതിഫലിച്ചു. അവൻ എങ്ങനെയാണ് പിതാവിന് കീഴ്വഴങ്ങുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിനോടകം നസ്രത്തിനേക്കാൾ തങ്ങളുടെ പ്രവാസകാലത്തെ ഭവനത്തോട് അവർ ഇണങ്ങിച്ചേർന്നിരുന്നു. അമ്മയോ മകനോ വിശുദ്ധ യോസേപ്പുമായി തങ്ങൾക്കു ലഭിച്ച സ്വർഗീയ ഉത്തരവ് പങ്കുവച്ചില്ല. എന്നാൽ ആ രാത്രിയിൽ മാലാഖ തന്റെ ദൂതുമായി വിശുദ്ധ യോസേപ്പിനെ സന്ദർശിച്ചു. മത്തായി 2:19. ബാലനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങാനുള്ള അറിയിപ്പ് നൽകി. ശിശുവിന് ജീവഹാനി വരുത്താനാഗ്രഹിച്ച ഹെരോദേസും അവരുടെ കിങ്കരന്മാരും മരണമടഞ്ഞിരുന്നു. ഈ യാത്രയുടെ കാര്യത്തിലും കർത്താവിന് തിരുഹിതമനുസരിച്ച് പ്രകൃതിയാലുള്ള ക്രമം മറികടന്നില്ല. ഈശോയും അവന്റെ അമ്മയും വിശുദ്ധിയിൽ വിശുദ്ധ യോസേപ്പിനു മേലെ ഉയർത്തപ്പെട്ടവരായിരുന്നു. എന്നിട്ടും യാത്രയെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ കുടുംബത്തലവനായ വിശുദ്ധ യോസേപ്പിനെയാണ് ചുമതലപ്പെടുത്തിയത്. എല്ലാ കാര്യങ്ങളും പ്രകൃതി നിയമപ്രകാരമുള്ള ക്രമങ്ങളാൽ നിയന്ത്രിക്കപ്പെടണം. ആ ക്രമങ്ങൾ ദൈവം നിശ്ചയിച്ചവയാണ്. സഭയിലും ഇപ്രകാരം ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ എളിയവരും
ശുശ്രൂഷ അധികാരത്തിന് കീഴ്പ്പെട്ടവരുമായവർ ജീവിത വിശുദ്ധിയിലും മറ്റു കഴിവുകളിലും എത്ര ഉന്നതരായിരുന്നാലും താന്താങ്ങളുടെ മേലധികാരികൾക്കും ശ്രേഷ്ഠന്മാർക്കും വിധേയരായിരിക്കണം. തിരുക്കുടുംബം പാലസ്തീനായിലേക്കുള്ള പ്രയാണം ആരംഭിച്ചപ്പോൾ വീണ്ടും അവർക്ക് അകമ്പടിയായി മാലാഖവൃന്ദം സഞ്ചരിച്ചു. തന്റെ മകനെ മടിയിലിരുത്തി കഴുതിയുടെ പുറത്തിരുന്ന് അമ്മ യാത്രയായപ്പോൾ അവർക്കൊപ്പം കാൽനടയായി മാലാഖമാരും സഞ്ചരിച്ചിരുന്നു. അവരുടെ വിടവാങ്ങൽ അവരുടെ അയൽക്കാരെയും സ്നേഹിതരെയും ദുഃഖത്തിലാഴ്ത്തി. കണ്ണുനീരോടും വിലാപത്തോടും കൂടെയാണ് അവർ യാത്രാമംഗളം നേർന്നത്. തങ്ങളുടെ ജീവിതങ്ങളിൽ അന്നുവരെ ലഭിച്ചിരുന്ന സ്നേഹസാന്ത്വനങ്ങൾ തങ്ങൾക്കിനി ഇല്ലാതെയാകുമല്ലോ എന്നോർത്തവർ പരിതപിച്ചു. അവരുടെ ആവശ്യങ്ങളിൽ സഹായവും തുണയും ഇനി നഷ്ടപ്പെടുകയാണല്ലോ. ദൈവികമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ തിരുക്കുടുംബത്തിന് ഹീലിയോപോളിസ് വിട്ടുപോകുക അസാധ്യമാകുമായിരുന്നു. ആ ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതങ്ങൾക്കുമേൽ വെളിച്ചം വിതറി നിന്ന നീതിസൂര്യനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. തന്മൂലം അന്ധകാരം അവരുടെ ഹൃദയങ്ങളെ ഗ്രസിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. യോഹന്നാൻ 1:9. തിരുക്കുടുംബം കടന്നു പോകുന്നതറിഞ്ഞ് അനേകർ വഴിയാത്രയിൽ അവരെ സന്ദർശിച്ചു. രോഗികൾക്കും ആകുലർക്കും സൗഖ്യവും ശാന്തിയും നൽകി. ആത്മാവിലും ശരീരത്തിലും അവർക്ക് വിടുതൽ ലഭിച്ചു. കണ്ടുമുട്ടിയവർക്കെല്ലാം പ്രസാദവരങ്ങൾ നൽകി. പിശാചുബാധിതരിൽ നിന്ന് അശുദ്ധാത്മാക്കളെ പുറത്താക്കി. അവ നിത്യനരകത്തിലേക്ക് എറിയപ്പെട്ടു. ഇവയൊക്കെ സംഭവിക്കുമ്പോഴും തങ്ങളെ ആരാണ് പുറത്താക്കിയതെന്ന് ദുഷ്ടാത്മാക്കൾ അറിഞ്ഞിരുന്നില്ല. ദൈവിക ശക്തിയുടെ പ്രവർത്തനമാണ് മനുഷ്യരുടെ ഇടയിൽ ഈ അത്ഭുതങ്ങൾ വർഷിച്ചതെന്ന് അവർ കരുതി. തിരുക്കുടുംബം അങ്ങനെ നസ്രത്തിൽ എത്തിച്ചേർന്നു. അവരുടെ ഭവനം അവിടെ സ്ഥിതി ചെയ്യണമെന്നും അതുമൂലം അവൻ നസ്രായൻ എന്നറിയപ്പെടണമെന്നുമായിരുന്നു ദൈവേഷ്ടം. വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയപ്പോഴും പ്രവാസകാലത്തും അവരുടെ വീട് സൂക്ഷിച്ചിരുന്നത് വിശുദ്ധ യൗസേപ്പിന്റെ ഒരു ബന്ധുവായിരുന്നു. തിരികെ എത്തിയപ്പോൾ ഈ വീട് തങ്ങളുടെ ബന്ധു ഏറ്റവും ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്. ബന്ധുവായ സ്ത്രീ അത്യാഹ്ലാദത്തോടെ അവരെ സ്വീകരിച്ചു. എന്തെന്നാൽ പരിശുദ്ധ അമ്മയോട് അവർക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അതേസമയം അമ്മയുടെ ഔന്നത്യത്തെപ്പറ്റി അവർക്ക് അറിവുണ്ടായിരുന്നുമില്ല. തന്റെ മകനോടും ഭർത്താവിനോടുമൊപ്പം പരിശുദ്ധ രാജ്ഞി ഭവനപ്രവേശനം നടത്തി. പ്രവേശിച്ചയുടൻ തങ്ങളെ ഹെറോദേസിന്റെ കരാളഹസ്തത്തിൽ നിന്നും പ്രവാസവേളയിലെ നിരവധിയായ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചതിനും യാത്രാവേളയിൽ സംരക്ഷണം നൽകി സുരക്ഷിതരായി സ്വഭവനത്തിൽ എത്തിച്ചതിനും ദൈവത്തെ സ്തുതിച്ച് നന്ദി അർപ്പിച്ചു. എല്ലാറ്റിലുമുപരിയായി ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരാൻ ലൂക്ക 2:40 തന്റെ പുത്രനെ പ്രത്യേകം സഹായിച്ചതിനും അവർ നന്ദി പറഞ്ഞു. തന്റെ പുത്രനുമായി ആലോചിച്ച് പുതിയ അന്തരീക്ഷത്തിൽ നയിക്കേണ്ട ജീവിതക്രമങ്ങൾ അവൾ ചിട്ടപ്പെടുത്തി. യാത്രക്കിടയിൽ ബുദ്ധിമുട്ടുള്ള പല ഭക്തി സ്വഭവനത്തിന്റെ പ്രശാന്തതയിൽ നടത്താൻ വേണ്ടിയായിരുന്നു ഈ ക്രമീകരണം. ഈ അഭ്യാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ പുത്രന്റെ ജീവിത ദൗത്യമായ ആത്മാക്കളുടെ രക്ഷയിൽ അവനോടൊത്ത് ദൈവപിതാവിന്റെ നിശ്ചയമനുസരിച്ച് സഹകരിക്കുക എന്നതായിരുന്നു. വിശുദ്ധ യോസേപ്പും ഇപ്രകാരം തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. കഠിനാധ്വാനത്തിലൂടെ ദിവ്യ പൈതലിനെയും അമ്മയെയും സംരക്ഷിച്ചു പോരുകയും ചെയ്തിരുന്നു. ആദത്തിന്റെ മക്കൾ ഭാരമായി കരുതിയിരുന്ന കഠിനാധ്വാനം വിശുദ്ധ യോസേപ്പിന് സന്തോഷമാണ് പ്രദാനം ചെയ്തത്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഭൗതിക ജീവിതത്തെ നിലനിർത്തുന്നതിനായിട്ടാണ് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ വിശുദ്ധ യോസേപ്പിന് കഷ്ടപ്പാടും കഠിനാധ്വാനവും ദൈവത്തെയും അവിടുത്തെ അമ്മയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ അവബോധം അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. ആ ദൈവത്തിൻ്റെതാണല്ലോ ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വവും. പരിശുദ്ധ അമ്മ വിശുദ്ധ യോസേപ്പിനെ കൃത്യമായി ഭക്ഷണം തയ്യാറാക്കി കഴിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം നൽകുന്ന സ്നേഹാദരവുകൾക്ക് അർഹിക്കുന്ന നന്ദി പ്രകാശിപ്പിച്ചിരുന്നു. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് വിധേയപ്പെട്ടും സ്രഷ്ടാവിന്റെ അമ്മയാണ് താനെന്ന് ചിന്തിക്കാതെ എളിയ ദാസിയെപ്പോലെ അവൾ വ്യാപരിച്ചു. ദൈവം തന്നെ ശൂന്യതയിൽ നിന്ന് മെനഞ്ഞതാണെന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നു. തന്നിലേക്ക് ചൊരിയപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ തനിക്കാവതില്ല എന്നവൾ വിശ്വസിച്ചു. താൻ വെറും പൊടിയാണെന്ന അവബോധത്തോടെ ഏറ്റവും നിസ്സാരമായ കൃപകൾക്ക് പോലും അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. മറ്റു മനുഷ്യർ അവർക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞതുപോലെ തന്നെ സഹായങ്ങൾ നിരസിച്ചതിനും അവൾ നന്ദി പ്രകാശിപ്പിച്ചു. തങ്ങളുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്നവരോടും ക്ഷമ കാണിച്ചവരോടും താൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നുവെന്നവൾ ഏറ്റുപറഞ്ഞു. സത്യത്തിൽ അവരുടെ ജീവിതങ്ങളെ അവൾ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്തത്. അത്യുന്നത ദൈവത്തിന്റെ പ്രീതിയും മാലാഖമാരുടെ ബഹുമാനവും ഏറ്റുവാങ്ങും വിധം
അവൾ തന്നെ മറ്റുള്ളവരുടെ ദാസിയാക്കി അവർക്ക് പാദസേവ ചെയ്യാൻ തയ്യാറാകുകയും ചെയ്തു. ചെറുതും വലുതുമായ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ ലഭിച്ച ഒരവസരം പോലും അവൾ പാഴാക്കിയില്ല. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ മകളെ, പ്രവാസയാത്രയിലായിരുന്നപ്പോഴും എന്റെ ഹൃദയം പതറുകയോ ആത്മസന്തോഷം കൈമോശം വരുകയോ ചെയ്തില്ല. എന്തെന്നാൽ എല്ലായ്പ്പോഴും ഞാൻ ദൈവഹിതം നിറവേറ്റുന്നതിൽ ബദ്ധശ്രദ്ധയായിരുന്നു. ദൈവം തന്റെ പദ്ധതി അറിയിച്ചിരുന്നില്ലെങ്കിലും ആരംഭത്തിൽ അതൊന്നും വ്യക്തമായിരുന്നില്ല. ഞാൻ ഏറെ സഹിക്കണം എന്നതായിരുന്നു അവിടുത്തെ ഹിതം. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ മാനുഷിക ബുദ്ധികൾ പേടേണ്ട. ഭാഗ്യ നിർഭാഗ്യ സംഭവങ്ങളെ ഒരുപോലെ കാണുകയും നൈസർഗിക താൽപ്പര്യങ്ങളെ അവഗണിക്കുകയും വേണം. ഈ ഒരു ജ്ഞാനമാണ് നിന്നിൽ വളരേണ്ടത്. എന്റെ പുത്രന്റെ ഇഷ്ടം നിറവേറ്റിയും എന്നെ അനുകരിച്ചും വളരാൻ സുഖദുഃഖങ്ങളെ സമചിത്തതയോടെ സഹിക്കണം. വ്യർത്ഥ സന്തോഷങ്ങളിലും അമിത ദുഃഖത്തിലും മുഴുകാതിരിക്കുക. എല്ലായ്പ്പോഴും അത്യുന്നതന്റെ തിരുവിഷ്ടം നിറവേറ്റുക. മനുഷ്യജീവിതം സുഖദുഃഖങ്ങളിൽ ഇഴപിരിഞ്ഞതാണ്. ചിലതിനെ നാം വെറുക്കുന്നു, മറ്റു ചിലതിനെ ഇഷ്ടപ്പെടുന്നു. മനുഷ്യഹൃദയം പരിമിതികളുള്ളതും ഇടുങ്ങിയതുമാണ്. അതിനാൽ അത് നിയന്ത്രണം വിട്ട് ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റൊരു ധ്രുവത്തിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അതിരുകളില്ലാത്ത മോഹങ്ങൾ കടിമപ്പെടുകയും അനിഷ്ട സംഭവങ്ങളിൽ കഠിനമായി ദുഃഖിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചാഞ്ചാട്ടങ്ങൾ പുണ്യം സമ്പാദിക്കുന്നതിൽ തടസ്സം ഉണ്ടാക്കുകയും ആത്മീയ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യും. ഒരു മോഹം സഫലമായാൽ പിന്നെ ആത്മാവിന് തന്റെ പുതിയ നേട്ടം നിലനിർത്താനുള്ള വ്യഗ്രതയായി. ഇങ്ങനെ ആത്മാവ് നിരന്തരം കാമക്രോധ വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ അരാജകത്വം കൈവരിക്കുന്നു. ഈ കാര്യത്തിൽ നീ ഏറ്റവും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവണതകളെ വേരോടെ പിഴുതുകളഞ്ഞ് നിന്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കണം. പ്രകൃതിയാലുള്ള മോഹങ്ങളെ പുണരാതെയും വേദനയുളവാക്കുന്ന സഹനങ്ങളെ തിരസ്കരിക്കാതെയും ജീവിക്കണം. ദൈവകരുണയ്ക്ക് നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്നത് മാത്രമായിരിക്കട്ടെ നിന്റെ സന്തോഷവും ആത്മാവിന്റെ ആനന്ദവും. നിന്റെ മോഹങ്ങൾ നിന്നെ ഉലയ്ക്കാതെയും നിന്റെ ഭയങ്ങൾ നിന്നെ നിരാശയിലാഴ്ത്താതെയും ഇരിക്കട്ടെ. നിന്റെ ബാഹ്യ വ്യാപാരങ്ങളും സൃഷ്ടവസ്തുക്കളോടുള്ള സ്നേഹവും വിശുദ്ധിയിലേക്കുള്ള വളർച്ചയിൽ മാർഗതടസ്സമാകാതിരിക്കാൻ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടെ മകളെ എന്റെ കാലടികൾ പിന്തുടരുക.